وعن جندب بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم من صلى صلاة الصبح فهو في ذمة الله. ആരാണോ സുബ്ഹ് നമസ്കരിച്ചത് അവൻ അല്ലാഹുവിന്റെ സംരക്ഷണയിലാണ്. ഫലാ യത്ലുബന്നകും അല്ലാഹു മിൻ ദിമ്മതിഹി ബിശൈ. അല്ലാഹു സംരക്ഷണം ഏറ്റെടുത്ത ഒരു കാര്യവും അവൻ നിങ്ങളെ തേടി വരാതിരിക്കട്ടെ. അല്ലാഹു സംരക്ഷണം ഏറ്റെടുത്ത ഒരു കാര്യത്തിലും അവൻ നിങ്ങളെ തേടി വരാതിരിക്കട്ടെ. ഫഇന്നഹു മൻ യത്ലുബുഹു മിൻ ദിമ്മതിഹി ബിശൈഇൻ യുദ്രികുഹു. അല്ലാഹു അവൻ ഏറ്റെടുത്ത ഒരു കാര്യം ആരെങ്കിലും അപഹരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടുക തന്നെ ചെയ്യും. ثم يكبه على وجهه في نار جهنم. പിന്നീട് അവനെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുകയും ചെയ്യും. ഈ ഹദീസിൽ എന്താണ് പറയുന്നത്? സുബ്ഹ് നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണയിലാണ്. നമ്മൾ മുസ്ലിം രാജ്യത്തുള്ള കാഫിർ ആയിട്ടുള്ള പൗരന്മാർക്ക് ദിമ്മി എന്നാ പറയാം. എന്താണ്? സംരക്ഷണത്തിലുള്ള പ്രജകൾ, മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിനുള്ളവർ. അപ്പൊ ദിമ്മത്ത് എന്നുള്ള വാക്കിൽ നിന്ന് വന്നതാണത്. ദിമ്മത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷണം, ഉത്തരവാദിത്വം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഒരാൾ സുബ്ഹ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. എന്താ അതിന്റെ അർത്ഥം? സുബ്ഹ് നമസ്കരിച്ചാൽ അവൻ ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. കാരണം മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നമസ്കാരമാണ് സുബ്ഹും അതുപോലെ തന്നെ ഇശാവും. റസൂലുള്ളാഹി പറഞ്ഞു അഫ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തു ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ. ഈ രണ്ട് നമസ്കാരമാണ് മുനാഫിക്കുകൾക്ക്, കപട വിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസം. ആളെ കാണിക്കാൻ വേണ്ടി മുസ്ലിമായ ഒരാൾ. കാരണം പഴയ കാലത്ത് നമുക്കറിയാം ഫജ്ർ നമസ്കാരത്തിന്റെ സമയത്ത് വെളിച്ചം ഉണ്ടാവില്ല, ഇന്നത്തെ പോലെയല്ല. അർദ്ധരാത്രിയുള്ളത് പോലെ തന്നെ ആയിരിക്കും ഫജ്റിന്റെ സമയം, എല്ലായിടത്തും ഇരുട്ടായിരിക്കും. അപ്പൊ ആരൊക്കെ നമസ്കരിക്കുന്നുണ്ട് നമസ്കരിക്കുന്നില്ല എന്ന് അറിയാൻ സാധിക്കില്ല. നമസ്കരിച്ച് പോകുമ്പോ വരെ ആളുകൾ തിരിച്ചറിയില്ല. അപ്പൊ ഈമാനുള്ള ആൾ മാത്രമേ ഫജ്ർ ജമാഅത്തിൽ പങ്കെടുക്കുകയുള്ളൂ, ഫജ്ർ നമസ്കരിക്കുകയുള്ളൂ. അപ്പൊ ഒരാൾ മുഅ്മിനാണെങ്കിൽ, യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ അവന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു എന്നർത്ഥം. അപ്പൊ അള്ളാഹു ഒരാളുടെ സംരക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ വസ്തു പിന്നെ ഒരാൾ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാൽ, ഒരു മുസ്ലിമിനെ ഒരാൾ ഉപദ്രവിച്ചാൽ, അതാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ സംരക്ഷണയിലുള്ള ഒരു കാര്യവും അവൻ നിങ്ങളെ തേടി വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അന്വേഷിക്കും, അള്ളാഹു അവനെ വിടുകയില്ല. അങ്ങനെ അള്ളാഹു ഒരാളെ പിന്തുടർന്നാൽ യുദ്രിഖു, പിടികൂടുക തന്നെ ചെയ്യും. പിടികൂടിയാലോ സുമ്മ യുകിബ്ബഹു അലാ വജ്ഹിഹി ഫിന്നാർ, അവൻ നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തുകയും ചെയ്യും. ഇത് വളരെ പേടിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ഇപ്പൊ മുസ്ലിമായ ഒരു മനുഷ്യൻ, 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ തൊട്ട് കളിക്കാൻ സൂക്ഷിക്കണം. നമ്മൾ സാധാരണ പേടിക്കും. ആർക്കെങ്കിലും രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, അവന്റെ കുടുംബത്തിൽ ഒരു പണക്കാരനുണ്ടെങ്കിൽ, അവന്റെ മറ്റെന്തെങ്കിലും ബന്ധുക്കളെ നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ അവനെ പേടിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്, മുസ്ലിമായ ഒരാളുടെ. അപ്പൊ 5 നേരം നിസ്കരിക്കുന്ന ആളുകളോട് എന്തെങ്കിലും ദുൽമ ചെയ്യുന്നത് സൂക്ഷിക്കണം. ചില മുൻഗാമികളായ അക്രമികളായ ഭരണാധികാരികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവര് ഒരാളെ കൊല്ലുകയാണെങ്കിൽ ചോദിക്കും സുബ്ഹി നിസ്കരിച്ചിരുന്നോ ചോദിക്കുന്നു. അത് വെറുതെ ആൾക്കാരെ പിടിച്ച് കൊല്ലുന്ന രാജാക്കന്മാരാണ്. അവര് വരെ സുബ്ഹി നിസ്കരിച്ചിരുന്നോ ചോദിക്കും. സുബ്ഹി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിടും, കാരണം പേടിച്ചിട്ട്. ഈ ഹദീസ് അറിയുന്നുണ്ട്. അപ്പൊ അന്നത്തെ ജാഹിലിങ്ങൾക്കും വലിയ വലിയ വാലിമ്യങ്ങൾക്കും ഒരു ഹദീസ് അറിയായിരുന്നു, അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പേടിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അധികവും കാഫിര്യങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസം കുറവ്. നമുക്കങ്ങനെ പേടി തോന്നില്ല. നമുക്ക് പേടി തോന്നുക അവര് പേടിക്കുന്നതിനെ നമുക്ക് പേടി തോന്നും. ഒരാളുടെ കുടുംബത്തിൽ ഏതോ ഒരു കോൺസ്റ്റബിൾ ഉണ്ട്, അവൻ തന്നെ പോലീസുകാരുടെ കൂട്ടത്തിൽ അടിമയായിരിക്കും, പക്ഷെ നമുക്ക് പേടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമികളുടെ റബ്ബ്, അവന്റെ സംരക്ഷണയിൽ കഴിയുന്നവരാണ് ഈ നമസ്കാരമുള്ള മനുഷ്യന്മാർ, മുസ്ലിമീങ്ങൾ.